നമസ്കാരം. ന്യൂസ് ഖാനിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കാലത്ത് തീവ്രവാദികൾ സ്വച്ഛശൈര്യ വിഹാരം നടത്തിയിരുന്ന ജമ്മു കാശ്മീർ ലോകത്തിലെ 20 രാജ്യങ്ങൾ പങ്കെടുത്ത G20 ഉച്ചകോടിക്ക് വേദിയായിരിക്കുന്നു എന്നുള്ളത് മാറുന്ന ഇന്ത്യയുടെ തിളങ്ങുന്ന മുഖത്തിന് മാറ്റുകൂട്ടുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രബുദ്ധരായ ജനങ്ങൾ താമസിക്കുന്ന കേരളവും ഏതാനും നാളുകളായി തിളങ്ങുകയാണ്. അതുപക്ഷേ ബ്രഹ്മപുരത്തും സെക്രട്ടേറിയറ്റിലും മരുന്ന് ഗോഡൌണുകളിലുമൊക്കെയായി ആളിക്കത്തുന്ന തീയിൽ നിന്ന് പ്രതിഫലിക്കുന്ന തിളക്കമാണെന്ന് മാത്രം. ഈ കത്തലുകളുടെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടെന്നാണ് മാധ്യമങ്ങളുടെ കരക്കമ്പിയെങ്കിലും ഇന്ത്യക്കൊപ്പം കേരളവും തിളങ്ങുകയാണെന്നുള്ള വിശ്വാസത്താൽ കാലം കഴിക്കുകയാണ് ഇവിടുത്തെ പ്രജകൾ. വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ന്യൂസ് ഖാൻ ആരംഭിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. തൊഴിലാളിമാർ മുതലാളിമാരായി മാറുന്ന കാലത്ത് കമ്മ്യൂണിസത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുമെന്ന് മൂലധന കർത്താവ് കാർൽ മാർക്സ് പറഞ്ഞിരുന്നു. 1980കളുടെ അവസാനത്തോടെ ഹോളണ്ടിലും സോവിയറ്റ് യൂണിയനിലും അടക്കം കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലങ്ങളിൽ നിന്ന് അവ അപ്രസക്തമാകുകയും ചെയ്തു എന്നുള്ളത് ഏവരും ഓർമ്മിക്കണം. കമ്മ്യൂണിസത്തിന്റെ ഈ തകർച്ചയ്ക്ക് പിന്നിൽ പോളണ്ടിൽ ജനിച്ച് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ദുരിതങ്ങൾ മുഴുവൻ കണ്ട് അനുഭവിച്ചു വളർന്ന കത്തോലിക്ക സഭയുടെ പരമാചാര്യനായി മാറിയ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നിലപാടുകൾ ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട്. മാർപ്പാപ്പ തൻ്റെ മഹത്തായ ദൈവിക ദർശനത്തിലൂടെ ജനത്തെ പ്രബുദ്ധരാക്കി വെളിച്ചത്തിലേക്ക് നയിച്ചപ്പോൾ ശരിയെന്ന് കരുതി അവര് നെഞ്ചോട് ചേർത്ത് വെച്ചത് പലതും പൊള്ളയായിരുന്നു എന്ന സത്യം ജനം മനസ്സിലാക്കിയതോടെ ഇടത് ഇസങ്ങൾ അടിത്തറ ഇളകി ആടി ഉലഞ്ഞു. അന്ന് പോപ്പിനെതിരെ ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് പ്രതിരോധം ഇപ്പോൾ വീണ്ടും കേരളത്തിൽ ആവർത്തിക്കപ്പെടുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഈറ്റില്ലമായ കണ്ണൂരിലെ കത്തോലിക്ക സഭ അധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ലാനി പിതാവ് അക്കമിട്ട് നിരത്തിയ ചില യാഥാർത്ഥ്യങ്ങൾക്ക് മറുപടിയില്ലാതെ വാക്കുകൾ വളച്ചൊടിച്ച് വെറുപ്പിൻ്റെ പിത്തലാട്ടങ്ങൾ നടത്തുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ. KCYM-ന്റെ യുവജന ദിനാഘോഷം കണ്ണൂർ ചെറുപുഴയിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ രക്തസാക്ഷികളെക്കുറിച്ച് പിതാവ് പരാമർശിക്കുകയുണ്ടായി. രക്തസാക്ഷികളോട് സഭയ്ക്ക് എക്കാലത്തും വലിയ ബഹുമാനമാണെന്നും എന്നാൽ ചിലര് വെറുതെ അങ്ങ് രക്തസാക്ഷികളുടെ പരിവേഷമെടുത്ത് അണിയുകയാണെന്നും കണ്ടവരോട് അനാവശ്യമായി കലഹിക്കാൻ പോയി വെടിയേറ്റ് മരിച്ചവരും പോലീസ് ഓടിച്ചപ്പോൾ പാലത്തിൽ നിന്ന് തെന്നി വീണ് മരിച്ചവരും രക്തസാക്ഷികളായി എന്നുള്ള ചരിത്ര സത്യമാണ് പാംബ്ലാനി പിതാവ് പറഞ്ഞത്. രക്തസാക്ഷികളുടെ പേരിൽ ഉയർത്തിയിരിക്കുന്ന മണ്ഡപങ്ങളിൽ കെട്ടിപ്പൊക്കിയ രക്ഷക പരിവേഷത്തിൽ കേരളത്തിൽ ഇപ്പോൾ തുടർച്ചയായി 7ാം കൊല്ലവും ഭരണം കൈയാളുന്നവർക്ക് അത് കേട്ടാൽ ഇരിപ്പുറയ്ക്കുമോ? അവർ EP ജയരാജനെയും P ജയരാജനെയും കളത്തിലിറക്കി പിതാവിൻ്റെ വാക്കുകളെ വളച്ചൊടിച്ച് യാഥാർത്ഥ്യത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്ന തരം പ്രസ്താവനകളുമായി രംഗത്തെത്തിയപ്പോൾ അതിനൊപ്പം ഏലായിട്ട് കൂടെ കൂടിയിരിക്കുകയാണ് ലോഹ കാണുമ്പോൾ ചൊരുക്കുന്ന ചില വ്രണത ഹൃദയന്മാർ. രക്തസാക്ഷികളെക്കുറിച്ച് പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്ത് നമ്മുടെ രാജ്യവും യുവജനങ്ങളും നേരിടുന്ന പല പ്രതിസന്ധികളെക്കുറിച്ചും പാംബ്ലാനി പിതാവ് പറഞ്ഞെങ്കിലും ഒരു പാർട്ടിയുടെയും പേരെടുത്ത് പരാമർശിക്കാതെ പറഞ്ഞ രക്തസാക്ഷികൾ എന്ന പദം മാത്രമെടുത്ത് വിവാദമാക്കുകയായിരുന്നു മാധ്യമങ്ങളും ഇടതന്മാരും. അതിൻ്റെ ആന്തരിക യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതായിരുന്നു ഈ വിഷയത്തിൽ ഷെഖേന ബിഗ് ഡിബേറ്റ് നടത്തിയ ചർച്ചയിൽ സാമൂഹിക നിരീക്ഷകൻ ഫാദർ റോയി കണ്ണൻചിറയുടെ വാക്കുകൾ. പാംബ്ലാനി പിതാവ് പറഞ്ഞത് രക്തസാക്ഷികൾ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന മരിച്ചുപോയ വ്യക്തിത്വങ്ങളുടെ മരണത്തിന്റെ ഉദ്ദേശം അത് ക്രൈസ്തവമായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതിന്റെ ആഴമാണ് അദ്ദേഹം യുവജനങ്ങളോട് പറഞ്ഞു കൊടുത്തത്. ഒരു വൈദിക മേലധ്യക്ഷന്റെ നേതൃത്വത്തിൽ വിശ്വാസ പ്രഘോഷണത്തിനായി ഒത്തുചേർന്നപ്പോൾ ആ വിശ്വാസത്തിന്റെ പുതിയ തലമുറയെ മക്കളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്ത ഒരു വചന പ്രഘോഷണത്തിൽ രക്തസാക്ഷി എന്നുള്ള പദം ഉപയോഗിച്ചതിന്റെ പേരിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വലിച്ചു കീറിയെങ്കിൽ
ആ വലിച്ചു കീറപ്പെട്ട മുഖത്തിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് യഥാർത്ഥ രക്തസാക്ഷിയായ മാനവകുലത്തിന് വേണ്ടി രക്തം ചിന്തി പാപമോചനത്തിന് വേണ്ടി പ്രാണൻ വെടിഞ്ഞ ക്രിസ്തുവിന്റെ മുഖം അദ്ദേഹത്തിന്റെ മുഖത്ത് തെളിഞ്ഞു വരുന്നുണ്ട്. കാരണം സത്യം പറഞ്ഞതിന്റെ പേരിൽ വലിച്ചു കീറപ്പെടുന്ന മുഖങ്ങളിലെല്ലാം ക്രിസ്തുവിന്റെ മുഖം തെളിഞ്ഞു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് പാമ്പ്ലാനി പിതാവിന്റെ വാക്കുകൾക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. താത്വിക നിലപാടുകളോടും ദീർഘദർശനത്തോടും ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന പിതാവിന്റെ വാക്കുകൾ കേരളത്തിലെ ഭരണസിരാകേന്ദ്രത്തെയും പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയക്കാരെയും ഒരുപോലെ വിറളി പിടിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. അതിൽ കൃത്യമായ ചരിത്ര വീക്ഷണവും പൊതുസമൂഹത്തെ ബോധവാന്മാരാക്കുന്ന സത്യവും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള പ്രതിബദ്ധതയും മാർ ജോസഫ് പാമ്പ്ലാനിയുടെ വാക്കുകളിൽ നിറയുമ്പോൾ അത് കേരളത്തിലെ ഭരണകൂടത്തിനുണ്ടാക്കുന്ന ആദി മാധ്യമങ്ങളും ഏറ്റുപിടിക്കുകയാണ്. ഷെക്കേന ഡിബേറ്റിൽ പങ്കെടുത്ത തലശ്ശേരി അതിരൂപത വൈദികൻ ഫാദർ ടോം ഓലിക്കരോട്ട് തരുന്ന മറുപടി ശ്രദ്ധിക്കുക. ഇപ്പോഴുള്ള ഈ വിവാദ വിഷയത്തിൽ രൂപത പറയുന്നത് രക്തസാക്ഷികളെ ആദരിക്കുന്നത് സഭയുടെ സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയോ അല്ലെങ്കിൽ ജീവിതശൈലിയിലെയോ ഉദാത്തമായ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള രക്തസാക്ഷികളായിട്ടുള്ള ഒരാളെയും അപമാനിക്കാനോ അവരുടെ ആദർശശുദ്ധിക്ക് എതിരായിട്ടുള്ള നിലപാടെടുക്കാനോ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രസ്താവന ആയിരുന്നില്ല അത്. തലശ്ശേരി അതിരൂപതയ്ക്കോ പാമ്പ്ലാനി പിതാവിനോ ഒരു രക്തസാക്ഷികളെയും അപമാനിക്കാനോ അവരുടെ ത്യാഗപൂർവമായ ജീവിതത്തിന് വില കുറച്ച് കാണാനോ ഉള്ള ലക്ഷ്യമില്ല. ഇനി എന്താണ് ഇങ്ങനെ ഒരു പ്രസ്താവനയുടെ പിറകിലെ കോണ്ടെക്സ്റ്റ്? നമുക്ക് ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന മാധ്യമധർമ്മത്തിന്റെ ഏറ്റവും മലിനമായ ഒരു മുഖം ഒരു വ്യക്തി ഒരു വളരെ പർട്ടിക്കുലർ ആയ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ വേദിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഉദാഹരണം, പാമ്പ്ലാനി പിതാവ് സംസാരിച്ചത് തലശ്ശേരി അതിരൂപതയുടെ യുവജന സംഗമത്തിൽ ചെറുപുഴയിൽ വളരെ ക്ഷണിക്കപ്പെട്ട ഒരുമിച്ച് കൂട്ടപ്പെട്ട യുവജനങ്ങളോട്, കത്തോലിക്കരായ യുവജനങ്ങളോടാണ്. അവരോട് തലശ്ശേരി അതിരൂപതയുടെ പശ്ചാത്തലത്തിൽ രക്തസാക്ഷികളെ കുറിച്ചും എന്നാൽ രക്തസാക്ഷിത്വത്തിന്റെ മൂല്യം നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് തലശ്ശേരി അതിരൂപതയുടെ മീഡിയയിലൂടെയോ അതല്ലെങ്കിൽ ഷെക്കീനെ പോലെയുള്ള മീഡിയയിലൂടെ ഒന്നും നമ്മൾ സംപ്രേഷണം ചെയ്തതല്ല. അത് ആരോ പ്രത്യേകമായ ലക്ഷ്യത്തോടെ അവിടെ വന്ന് ഇതെടുത്ത് ആ ഒരു പർട്ടിക്കുലർ ഭാഗം മാത്രം കട്ട് ചെയ്ത് അവർ മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും മലിനമായ രൂപം അവിടെ കാണിക്കുകയാണ്. ബിഷപ്പുമാർ മുൻപോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ ക്രൈസ്തവരെ മാത്രമല്ല പൊതുജനത്തെ മുഴുവൻ ബാധിക്കുന്നതാണ്. ജനത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ മറച്ചുവെച്ച് അവരുടെ കണ്ണിൽ പൊടിയിടാമെന്നുള്ള രാഷ്ട്രീയ കൗശലതയാണ് പലപ്പോഴും ബിഷപ്പുമാർ തങ്ങളുടെ പ്രസ്താവനകളിലൂടെ പൊളിച്ചെടുക്കുന്നത്. പൊതുജനങ്ങൾ എത്രത്തോളം പൊട്ടന്മാരാകുന്നുവോ അത്രയും കാലം കൂടെ നിലനിൽപ്പിന് ആയുസ് നീട്ടിക്കിട്ടുന്ന കാലഹരണപ്പെട്ടതും അബദ്ധജടിലവുമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ബിഷപ്പുമാർ ഇങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞാൽ വേഗത്തിൽ കടപുഴകി വീഴുമെന്നുള്ള വല്ലാത്ത ഭയം രാഷ്ട്രീയക്കാരെ വിഴുങ്ങുകയാണ്. കിട്ടിയ അവസരത്തിൽ അഴിമതി കാട്ടി 4 കാശുണ്ടാക്കാൻ പോലും കഴിയാതെ വന്നാൽ രാഷ്ട്രീയക്കാര് കുപിതരാകാതിരിക്കുമോ? മുൻ തൃശൂർ ബിഷപ്പ് മാർ കുണ്ടുകുളം കൈക്കൊണ്ട നിലപാടുകളും പ്രസ്താവനകളും ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഭരണകൂടത്തെ ശക്തമായി തന്നെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അതുപോലെ മുൻ ഇടുക്കി മെത്രാൻ മാർ ആനിക്കുഴിക്കാട്ടിലും താഴത്ത് പിതാവും പിന്നെ നാർക്കോട്ടിക് വിഷയത്തിൽ പാലാ പിതാവ് മാർ കല്ലറിങ്ങാട്ടും കൈക്കൊണ്ട നടപടികൾ രാഷ്ട്രീയ കേരളത്തെ ചില്ലറയൊന്നുമല്ല ഇളക്കിമറിച്ചത്. ഇതൊക്കെ കാണുമ്പോൾ ക്രൈസ്തവർ മാത്രം സാമൂഹിക വിഷയങ്ങളിൽ പ്രതികരിക്കാതെ വല്ലതും തിന്നോണ്ട് മൂലയിൽ പോയി ഒതുങ്ങിയിരുന്നോണമെന്ന് ഭയപ്പെടുത്തി നിശബ്ദരാക്കാൻ ചിലരെ ഒരുങ്ങുകയാണ്. മാധ്യമങ്ങളുടെ ഈ സ്ഥാപിത താല്പര്യം എന്താണെന്ന് ഷെക്കൈന ചർച്ചയിൽ കത്തോലിക്ക കോൺഗ്രസ് നേതാവ് ജോസ് കുട്ടി ഒഴികയിൽ തുറന്നടിക്കുകയുണ്ടായി. ചില വസ്തുതകൾ പുറത്തറിയരുത് എന്ന് ആഗ്രഹിക്കുന്നു. അത്തരം വസ്തുതകൾ യാഥാർത്ഥ്യമുള്ളതാണ്. ആ വസ്തുതകൾ പുറത്തറിഞ്ഞാൽ അത് അധികാരഘടനയെ സ്വാധീനിക്കും. അങ്ങനെ അധികാരഘടനയെ സ്വാധീനിക്കും എന്നതുകൊണ്ട് അത് പുറത്തറിയാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നു ഭരണ സംവിധാനം. അപ്പോൾ ഇത് ആരെങ്കിലും പുറത്തേക്ക് പറയുന്നു. അപ്പൊ അത് ഭരണ സംവിധാനത്തിന്റെ
താല്പര്യത്തിന് വിരുദ്ധമാണ്. അവിടെയുള്ളത് അധികാര രാഷ്ട്രീയമാണ്. യഥാർത്ഥ രാഷ്ട്രീയമല്ല, അതിൻ്റെ അകത്തുള്ളത് ശരിക്കും അധികാര രാഷ്ട്രീയമാണ്. ഈ അധികാര രാഷ്ട്രീയം എപ്പോഴും ശരിയുടെ പക്ഷത്തല്ല. അധികാര രാഷ്ട്രീയം എപ്പോഴും അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി നിലപാടെടുക്കുന്ന പക്ഷത്താണ്. അവിടെയാണ് നമ്മൾ ഇവിടെ പറയുന്ന വസ്തുതകളും സത്യങ്ങളും ഒക്കെ അവർക്ക് വേദനാജനകമാകുന്നത്. ഈ തരത്തിലുള്ള സത്യം പറഞ്ഞവരെ ഒക്കെ എക്കാലത്തും ക്രൂശിക്കാനായിട്ട് പൊതുസമൂഹമോ അല്ലെങ്കിൽ ഈ അധികാര കേന്ദ്രങ്ങളോ നിന്നിട്ടുണ്ട്. അത് ക്രിസ്തുവിനെ എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് ഉദാഹരണം. അദ്ദേഹം സത്യം പറയാൻ തയ്യാറായി, അദ്ദേഹത്തെ ക്രൂശിച്ചു, ഒരു മടി കൂടാതെ. ഏതായാലും കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടയായ കണ്ണൂരിലിരുന്ന് ഉറച്ച നിലപാടുകളോടെ സംസാരിക്കുന്ന പാമ്പ്ളാനി പിതാവിൻ്റെ വാക്കുകളും ഇതേ പ്രസക്തിയോടെ ജനം ഏറ്റെടുക്കുമെന്നും കാര്യങ്ങൾ വളച്ചൊടിച്ചവതരിപ്പിച്ച് അതിന് ദുർവ്യാഖ്യാനങ്ങൾ കൊടുത്ത് ശരിയായ വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന തന്ത്രം വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ള CPM-ന് രക്തസാക്ഷികളുടെ പേരിൽ തങ്ങൾ കെട്ടിപ്പൊക്കിയ നുണക്കൊട്ടാരങ്ങളെ കൃത്യമായ വാക്കുകളിലൂടെ പാമ്പ്ളാനി പിതാവ് പൊളിച്ചപ്പോൾ തങ്ങളുടെ രക്ഷകവേഷം പൊളിഞ്ഞടുങ്ങിയെന്ന് തിരിച്ചറിഞ്ഞ CPM കാര്യങ്ങൾക്ക് മറുപടി പറയാതെ പിതാവിൻ്റെ വാക്കുകളെ വളച്ചൊടിച്ച് നടത്തുന്ന വ്യക്തിഹത്യകൾ കേരളത്തിൽ അവർക്ക് കനത്ത തിരിച്ചടി തന്നെ ഉണ്ടാക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. നാട്ടിലിറങ്ങിയ കാട്ടുപോത്ത് കഴിഞ്ഞ ദിവസം കൊമ്പിൽ കോർത്തെടുത്തത് വിലപ്പെട്ട 3 മനുഷ്യജീവനുകളെയായിരുന്നു. അരിയുടെയും ചക്കയുടെയും മണം പിടിച്ച് കാട്ടുകൊമ്പന്മാർ നാട്ടിലിറങ്ങുന്നതിന് മുമ്പ് കൃഷി നശിപ്പിച്ചുകൊണ്ടും കർഷകന്റെ ജീവന് ഭീഷണിയായും കാട്ടുപന്നിയും കുരങ്ങും പിന്നെ സൗകര്യം പോലെ നാട്ടിലിറങ്ങുന്ന കടുവയും പുലിയും വിഷപ്പാമ്പുകളുമെല്ലാം നാട്ടിലിറങ്ങി വിലപ്പെട്ട പല മനുഷ്യജീവനുകളും ഒടുക്കിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ കാട്ടുപോത്ത് വീട്ടിൽ കയറി തിണ്ണയിൽ പത്രം വായിച്ചുകൊണ്ടിരുന്ന കുടുംബനാഥനെ അടക്കം വിലപ്പെട്ട 3 പേരുടെ ജീവനുകളാണ് കൊമ്പിൽ കൊരുത്തു പൊക്കിയെടുത്തത്. കാട്ടുപോത്തിറങ്ങി കുത്തി മലർത്തിയ ഈ 3 പേരെ കൂടെ ചേർത്ത് 9 പേരെയാണ് അടുത്ത ചില വർഷങ്ങളായി കാട്ടുപോത്തുകൾ ഇല്ലാതെയാക്കിയത്. കടുവയുടെ ആക്രമണത്തിൽ 2015 ശേഷം ദാരുണമായി കൊല്ലപ്പെട്ടതാകട്ടെ 6 മനുഷ്യരും. പാമ്പ് കടിയേറ്റ് മരിച്ചത് 476 മനുഷ്യരാണെങ്കിൽ കാട്ടാനകൾ ഇല്ലാതാക്കിയത് 115 പേരെയാണ്. കാട്ടുപന്നി കൊന്നതാകട്ടെ 30 പേരെയും. ചുരുക്കത്തിൽ കാട്ടാന, കാട്ടുപന്നി, കടുവ, പാമ്പ് തുടങ്ങിയ വന്യജീവികളുടെ അക്രമത്തിൽ നിന്ന് 2016 ശേഷം ഒടുങ്ങിപ്പോയ മനുഷ്യജീവനുകളുടെ എണ്ണം 1 2 ഒന്നുമല്ല, 637 മനുഷ്യരാണ്. സംസ്ഥാനത്തെ ജനസംഖ്യയിൽ 30 ലക്ഷം പേരാണ് ഈ കാലഘട്ടത്തിൽ വന്യജീവി ആക്രമണത്തിനിടയിൽ, ആ ഭീഷണിക്കിടയിൽ അന്തി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന വന്യജീവി ആക്രമണത്തിൽ സർക്കാർ ഇതുവരെ ശാശ്വതമായ പരിഹാര നടപടികൾ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ആരെയൊക്കെയോ പ്രീണിപ്പിക്കുവാനായി മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്നതുപോലെ നിലപാടെടുക്കുന്ന വനം വകുപ്പ് മന്ത്രിയുടെയും മറ്റും നടപടികൾ ശക്തമായ ബഹുജന പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുവാൻ കാരണമാകും. കത്തോലിക്ക സഭ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശവം വെച്ച് വിലപേശുമെന്ന് പറഞ്ഞ് അത്യന്തം അപമാനകരമായ വങ്കത്തരം വിളിച്ചു പറയാൻ ഇതുപോലെ ഒരു വിവരദോഷിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളത് ഈ നാടിൻ്റെ ഗതികേടായി മാറുകയാണ്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കത്തോലിക്ക സഭയിലെ ഏതാനും ബിഷപ്പുമാരല്ലാതെ മറ്റാരും തുനിഞ്ഞിട്ടില്ല എന്നുള്ളതും തികച്ചും സംശയാസ്പദമാണ്. കഴിഞ്ഞ 2021 ജൂൺ മുതൽ ഡിസംബർ 22 വരെയുള്ള കുറഞ്ഞ നാളുകൊണ്ട് 123 പേര് കൊല്ലപ്പെട്ടു. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ? ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും വനത്തിൽ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയതാണോ ഇത്? വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് ക്രൂരമായിട്ട് മനുഷ്യരെ കൊലപ്പെടുത്തുന്നതിന്റെ ചിത്രമാണിത് മുഴുവനും. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് വനം വകുപ്പ് തയ്യാറാകുമോ? ഇതിന്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് പറയാനായിട്ട് തുടർ നടപടികൾ സ്വീകരിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് ബോധ്യമുണ്ടോ? സംസ്ഥാന സർക്കാരിന് തയ്യാറാകുമോ? കേരള സംസ്ഥാനം ശരിക്ക് കാട്ടുമൃഗങ്ങളുടെ കയ്യിൽ അകപ്പെടുകയാണോ എന്ന് സംശയം. അതിന് പല അർത്ഥങ്ങളുണ്ട്, ഒരു സംശയമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഈ വന്യജീവികളുടെ ആക്രമണം തടയാൻ ക്രിയാത്മകമായ ഒരു നടപടിയും
വേണ്ടപ്പെട്ടവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല എന്നുള്ളത് ഹൃദയഭേദകമായൊരു അനുഭവം. പല സ്ഥലത്തും പലതരത്തിലുള്ള മൃഗങ്ങൾ ആക്രമിക്കുക മനുഷ്യരെ. മനുഷ്യവാസ മേഖലയിലേക്ക് മൃഗങ്ങൾ ഇറങ്ങി വരിക. സർക്കാരിന്റെ സത്വര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണം. അതുപോലെ വനം വകുപ്പും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. വന നിയമങ്ങള് മനുഷ്യർക്ക് എതിരെ നിൽക്കുന്ന വന നിയമങ്ങൾ മനുഷ്യർക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുത്താൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ആവുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യരോട് പരിഗണന കാണിക്കുന്ന മനുഷ്യര് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള മനുഷ്യരെ സർക്കാരുകൾ രൂപീകരിക്കാൻ രംഗത്ത് വരണം. മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ, അതും കാട്ടുമൃഗങ്ങൾ പോലെയുള്ള ജീവികളുടെ ആക്രമണങ്ങൾ മൂലമുള്ള കഷ്ടതകൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് മഹാകഷ്ടമാണ്. അതുകൊണ്ട് സർക്കാർ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ ഒരു പരിഹാരം ഉണ്ടാകും. വന നിയമങ്ങള് പ്രത്യേകം മാറ്റിമറിക്കാൻ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ഈ കാട്ടുമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാലം അതിവിദൂരമല്ല. അതിനെന്ത് പ്രതിബന്ധം ഉണ്ടായാലും ജനങ്ങൾ രൂക്ഷമായിട്ട് രംഗത്തിറങ്ങും. അങ്ങനെയുള്ള വികാരമാണ് മനുഷ്യർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിനോ ബന്ധപ്പെട്ട വകുപ്പുകൾക്കോ ആവില്ല എന്നുള്ള കാര്യമാണ്. വേണ്ടപ്പെട്ട മനുഷ്യർ, അധികാരികൾ പുറംതിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അവര് മൃഗത്തിന് കുട പിടിക്കുന്നു. മൃഗസംരക്ഷണമാണ് മൃഗസ്നേഹികളുടെ ഒരു ചിന്ത. മനുഷ്യന്റെ മഹത്വം തിരിച്ചറിയണം. ഈ മനുഷ്യനില്ലെങ്കിൽ പിന്നെ എന്തിനാ ഗവൺമെന്റ്? പിന്നെ എന്തിനാണ് ഇവിടുത്തെ സ്ട്രക്ചേഴ്സൊക്കെ? ഈ മനുഷ്യനെ സംരക്ഷിക്കാൻ ഈ സ്ട്രക്ചേഴ്സിന്, ഇവിടുത്തെ നിയമത്തിന്, ഇവിടുത്തെ മന്ത്രിമാർക്ക്, ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്നാ എല്ലാവരും വനത്തിലേക്ക് കയറി പോകട്ടെ. മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ജോലി അവർക്ക് നിയമം ഉണ്ടാക്ക്. ഇത് ഒരു മൗഢ്യമായ, അർത്ഥരഹിതമായ ഒരു രീതിയാണ്. ജനത്തിന് സംരക്ഷണം നൽകണം. അവരുടെ ജീവന് സംരക്ഷണം നൽകണം. അവർ ജീവിച്ചെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചം നിലനിൽക്കുകയുള്ളൂ. ഇനി ഈ കേരളം മുഴുവനും ഒരു വനവാസ കേന്ദ്രമാക്കി രൂപീകരിക്കാനാണോ ഗവൺമെന്റിന്റെ പദ്ധതി? ഈ വന്യമൃഗങ്ങൾ ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത് നിയമത്തിൻ്റെ പേരിലാണ്. അതിപ്പോൾ ഈ നിയമങ്ങൾ മാറ്റാത്തോടത്തോളം കാലം യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഗവൺമെൻറ് മുൻകൈയെടുത്ത് നിയമങ്ങളിൽ മാറ്റം വരുത്തി മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ട് നോക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യനാണ്. മൃഗങ്ങളെ സംരക്ഷിക്കപ്പെടണം. പക്ഷെ മനുഷ്യരെക്കാളും കൂടുതലായിട്ട് മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നിയമ സംവിധാനമാണ് നമുക്ക് ഉള്ളതെങ്കിൽ അതിന് മാറ്റം വരുത്തേണ്ട സമയമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാട്ടുപോത്തുകൾക്കും ആനകൾക്കും കൊടുക്കുന്ന കൺസിഡറേഷൻ നമ്മുടെ മനുഷ്യർക്ക് കൊടുക്കണം. ഇനി ചില ആളുകൾ പറയുന്നത്, ഈ വന്യജീവികളെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ മിടുക്കന്മാരാണ്. പക്ഷെ അവരെ വീടിന് മുറ്റത്തും ഇതിനെ കൊണ്ടുവന്നിട്ട് കൊടുക്കണം. അപ്പോൾ അവർ പഠിക്കും. അവരെ പഠിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ശക്തമായ ബഹുജന പ്രക്ഷോഭം നാടെങ്ങും ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. വേദം കാട്ടുപോത്തിനോടോതിയാൽ അതിന് ചിലപ്പോൾ മനസ്സിലായേക്കും. എന്നാൽ കാട്ടുപോത്തിനേക്കാൾ തൊലിക്കട്ടിയുള്ള നേതാക്കന്മാർക്ക് ഈ പറയുന്നത് മനസ്സിലായെന്ന് വരില്ല. ഇനി ഒരു മനുഷ്യജീവൻ കൂടി ഇത്തരണത്തിൽ നഷ്ടപ്പെടാൻ ഇടവരരുത്. മലയോര നിവാസികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ടിയിരിക്കുന്നു. ഇരവാദം മുഴക്കി കാര്യങ്ങൾ നേടുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എന്തിലും ഏതിലും കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആകുന്നത്ര ഉച്ചത്തിൽ നിലവിളിച്ച് ഇരവാദം മുഴക്കുക. ഇഷ്ടമുള്ളത് കഴിക്കാനോ ഇഷ്ടമുള്ളത് ഭക്ഷിക്കാനോ കഴിയുന്നില്ലേ, ജനാധിപത്യം ഇല്ലാതായേ എന്നിങ്ങനെ പോകുന്നു അവരുടെ ഇരവാദ രോദനങ്ങൾ. ഒരു ഇടവേളയ്ക്ക് ശേഷം മുസ്ലിമുകൾക്ക് കൊച്ചിയിൽ വാടക വീടില്ലെന്ന ഏറ്റവും പുതിയ ഇരവാദവുമായി രംഗത്തിറങ്ങുകയും ഇത്തരം ഇരവാദ അജണ്ടകൾക്ക് ആക്കം കൂട്ടി കേരളത്തിൽ മുസ്ലിം വേട്ടയാണ് നടക്കുന്നത് എന്ന സെൻസേഷണൽ വാർത്തയിറക്കുന്ന പതിവ് തെറ്റിക്കാതെ അവരുടെ സ്വന്തം ചാനൽ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകി അവതരിപ്പിക്കുകയും ചെയ്തതോടെ കേരളം മുഴുവൻ അത് ചർച്ചയായിരിക്കുകയാണ്. ഷാജികുമാർ എന്ന എഴുത്തുകാരനാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ പതിവ് ഇരവാദ കരച്ചിലിന് തിരക്കഥയുടെ മാനം നൽകി പൊടിപ്പും തൊങ്ങലും ചേർത്ത് ഫേസ്ബുക്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
എറണാകുളം കളമശ്ശേരി ഭാഗത്ത് വാടകയ്ക്ക് ഒരു വീട് അന്വേഷിച്ച് എന്ന ഷാജികുമാറിനോട് ഇടനിലക്കാരൻ പറഞ്ഞത്രേ മുസ്ലിമുകൾക്ക് വീട് കൊടുക്കില്ലെന്ന്. താൻ പണമുടക്കി നിർമ്മിച്ച വീട് ഏത് തരക്കാർക്ക് കൊടുക്കണമെന്നുള്ളത് വീട്ടുടമസ്ഥൻ്റെ സൗകര്യത്തിൽപ്പെട്ട കാര്യമാണ് എന്നുള്ളത് ഇവിടെ വിഷയമേ അല്ല. ഷാജികുമാർ തേടിച്ചെന്ന ആ വീട് ക്രിസ്ത്യാനികളുടേതായതുകൊണ്ട് ആ വീടിൻ്റെ ഭിത്തിയിൽ യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ കണ്ടതുകൊണ്ടും കിട്ടിയ അവസരം മുതലെടുത്ത് യേശു ശോകഭാവത്തിൽ ഭിത്തിയിൽ പടമായിരിക്കുന്നുവെന്ന് പറയുകയാണ് ഷാജികുമാർ. ചിത്രത്തിലെ യേശു അയാളോട് ഉത്തരേന്ത്യ കേരളത്തിലേക്ക് നടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പോലും തീവ്ര മതചിന്തകൾ ഭാവനയായി വിരിഞ്ഞു നിൽക്കുന്ന ഷാജികുമാർ യേശു ശോകഭാവത്തിൽ ഭിത്തിയിൽ പടമായിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ ഒരൊറ്റ വാക്കുമതി ഇവൻ്റെ ഉള്ളിലെ മതഭ്രാന്തനെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ. കുമാരൻ പോസ്റ്റിറക്കിയ നിമിഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ മതവും ജാതിയും നോക്കിയാണ് വീട് വാടകയ്ക്ക് നൽകുന്നത് എന്നുള്ള വിലാപവുമായി ഇരവാദ അജണ്ടകളുടെ പതിവ് കുഴലെത്തുകാരായ ചാനൽ സ്ക്രീനിലെത്തിയെങ്കിലും പഴയതുപോലെ ഇരവാദ കരച്ചിലുകൾ ഏറ്റില്ലെന്ന് മാത്രമല്ല, കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളിൽ ചിലര് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അങ്ങേയറ്റം നാണംകെട്ട ഇമാതിരി മൂന്നാംകിട ഇരവാദങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തതോടെ ഷാജികുമാറിൻ്റെ തിരക്കഥ അമ്പെ പരാജയപ്പെട്ടു പോയി. ഷാജികുമാറിൻ്റെ ഫേസ്ബുക്കിലെ ദീനരോധനം മുഖവിലക്കെടുത്ത് ചർച്ച ചെയ്താൽ ഇത്തരം തരംതിരിവിൻ്റെ വൃത്തികെട്ട അജണ്ടകൾ മതേതര കേരളത്തിൽ അവതരിപ്പിച്ചതിൻ്റെ പേറ്റന്റ് ഇസ്ലാമിസ്റ്റുകൾക്ക് മാത്രമാണെന്നുള്ള സത്യം അംഗീകരിക്കേണ്ടതായി വരും. അതിനുള്ള കൃത്യമായ മറുപടിയുമായി ഇതേ കൊച്ചിയിൽ തന്നെ വാടക വീട് അന്വേഷിച്ച് എന്ന അനുഭവമുള്ള പ്രശസ്ത മതേതര ചിന്തകൻ ആരിഫ് ഹുസൈൻ തെരുവോത്ത് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. പേര് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട, താൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിമുകൾക്ക് മാത്രമേ വീട് കൊടുക്കൂ എന്ന് ബ്രോക്കർ പറഞ്ഞ മറുപടി ഉയർത്തിക്കാട്ടി ഷാജികുമാറിൻ്റെ പോസ്റ്റിനുള്ള പൊളപ്പൻ കൗണ്ടർ പോലെ മറുപടി ഇട്ട് കൊടുത്തുകൊണ്ട് ആരിഫ് ഹുസൈൻ രംഗത്തെത്തിയത് ഇസ്ലാമിസ്റ്റുകൾക്ക് നെഞ്ചു പിളർക്കുന്ന പ്രഹരമായി മാറി. കൂട്ടത്തിൽ നടൻ പൃഥ്വിരാജിൻ്റെ ഫോട്ടോയുള്ള ഹലാൽ ഫ്ലാറ്റിൻ്റെ പരസ്യവും അവർ എടുത്തുകാട്ടുകയുണ്ടായി. തൊട്ടുപുറകെ തന്നെ സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായി തൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന നടൻ ഹരീഷ് പേരടിയും ഇരവാദ ലോബികൾക്ക് കൃത്യമായ മറുപടിയുമായി രംഗത്തെത്തുകയുണ്ടായി. ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഭാഷയിലും വിദ്യാഭ്യാസത്തിലും കലയിലും കായികത്തിലും മതം കൊണ്ട് വേർതിരിവുണ്ടാക്കി സ്വയം മാറി നിൽക്കുകയും മറ്റുള്ളവരെ മാറ്റി നിർത്തുകയും ചെയ്ത ദുഷിച്ച സംസ്കാരത്തിൻ്റെ ഭാഗമായി നീങ്ങിയവർ ഇപ്പോൾ മുസ്ലിമിന് കൊച്ചിയിൽ വീട് വാടകയ്ക്ക് തരുന്നില്ലേ എന്ന് നിലവിളിക്കുമ്പോൾ തലയിൽ കൈവച്ച് ചിരിക്കണോ നെഞ്ചത്തടിച്ച് കരയണോ എന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. 1/4 നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ ഇല്ലാതിരുന്ന പലതും മത അധിനിവേശത്തിൻ്റെ ഭാഗമായി കേരള സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനോ ഒളിപ്പിച്ച് കടത്താനോ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ക്രൈസ്തവ വിശ്വാസികളും ഹൈന്ദവരുമൊക്കെ ജാഗ്രത പുലർത്തിയെന്നും പ്രതികരിച്ചെന്നും വരും. അതവരുടെ ആർജിത പ്രതികരണ ശേഷിയുടെ തെളിവാണ്. അതിനവരെ കുറ്റം പറഞ്ഞിട്ടോ ചാനലിലിരുന്ന് പരസ്യ വിചാരണ നടത്തിയിട്ടോ ഒരു ഗുണവുമില്ല. കാരണം അവർ പ്രതികരിക്കുകയായിരുന്നു. തുടങ്ങി വെച്ചത് അവരല്ലല്ലോ. മൾട്ടി ലെവൽ മണി ചെയിൻ മാതൃകയിൽ കേരളത്തിൽ ലഹരി വിൽപ്പന വർദ്ധിക്കുന്നുവെന്ന വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്.
നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഇന്റലിജന്റ് വിഭാഗവും സംസ്ഥാന എക്സൈസ് ഇന്റലിജൻസും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗവും ശരിവെച്ച ഈ ലഹരി വ്യാപനത്തിനെതിരെ അവർ ശക്തമായ നടപടികൾ ആരംഭിച്ചു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമർ പുറത്തുവിട്ട വാർത്തകൾ കേട്ടാൽ ആരും നടുങ്ങിപ്പോകും. നമ്മുടെ സ്വന്തം സഹപ്രവർത്തകന്റെ കുട്ടി പോലും മയക്കുമരുന്നിന് അടിമയായി ഒരു സാഹചര്യം ഉണ്ടായി, കൊല്ലപ്പെട്ടു. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനകത്ത് നമ്മൾ ജീവിക്കുന്ന ക്വാർട്ടേഴ്സിനകത്ത് തന്നെ എങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായും നമ്മൾ കണ്ണു തുറന്ന് പരിശോധിക്കണം. കാരണം അത് നിരവധി പേരുടെ ഞാൻ കാണുന്നുണ്ട്. എല്ലാ റാങ്കിലും ഉൾപ്പെടുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കളും മയക്കുമരുന്നുകൾക്ക് അടിമയായ ആൾക്കാരുണ്ട്. ഒരു SP-യുടെ 2 ആൺകുട്ടികളും അടിമയായിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാതെ അദ്ദേഹത്തിന് കുടുംബവും പ്രശ്നമായി, എല്ലാം പ്രശ്നമായി. ലഹരി ആവശ്യമുള്ള ഒരാൾക്ക് അത് വാങ്ങാൻ പണമില്ലെങ്കിൽ ലഹരി ആവശ്യമുള്ളവരും കയ്യിൽ കാശുള്ളവരുമായ 3 പേരെ പരിചയപ്പെടുത്താൻ ലഹരി സംഘം ആവശ്യപ്പെടും. ആ കച്ചവടം നടന്നാൽ 3 പേർക്കും വിൽക്കുന്ന ലഹരി പദാർത്ഥത്തിൻ്റെ 30% ഒന്നാമന് കിട്ടും. ഇയാൾ 4മതൊരാളെ പരിചയപ്പെടുത്തിയാൽ അയാൾ വാങ്ങുന്ന ലഹരി മരുന്നിൻ്റെ അതേ അളവിൽ ലഹരി ഒന്നാമന് ഫ്രീ കിട്ടും. എന്താ കഥ! സംസ്കാര സമ്പന്നമെന്നും പ്രഭുത്വമെന്നുമൊക്കെ പേരെടുത്ത നമ്മുടെ സംസ്ഥാനം ഇന്ന് ചെന്നെത്തിയിരിക്കുന്ന ലഹരി മാഫിയയുടെ ഈ നീരാളിപ്പിടുത്തത്തിലാണെന്നുള്ള കാര്യം ആരെയും സ്തംഭിപ്പിക്കാൻ പോകുന്നത് തന്നെയാണ്. ഇത് കൊച്ചിയിൽ മാത്രമല്ല, കേരളത്തിലെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലേക്കും അപകടകരമായ വിധത്തിൽ വ്യാപിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇത്തരം ശൃംഖലകൾ എണ്ണയിട്ടതുപോലെ സജീവമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലേക്ക് വൻതോതിലെത്തുന്ന ലഹരി പദാർത്ഥങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിതരണ ശൃംഖലയുടെ താഴെ തട്ടിൽ വരെ എത്തുന്നത്. ആലുവയിൽ SIയുടെ മകൻ പ്രതിയായ കേസിലും ഇതേ രീതി തന്നെയായിരുന്നു. ഏതായാലും ലഹരിക്ക് അടിമയായ മകനെയും മകൻ മൂലം കാക്കിയിട്ട അപ്പനും കസ്റ്റഡിയിലായി. ഈ തിന്മയുടെ വ്യാപാരികൾക്കെതിരെ നമ്മൾ ഊണിലും ഉറക്കത്തിലും നിതാന്തമായ ജാഗ്രത പുലർത്തണം. ഈ വെളുപ്പിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ മലദ്വാരത്തിൽ സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന ജിഹാദികളെയും വെളുപ്പിക്കേണ്ട ഗതികെട്ട അവസ്ഥ വന്നു ചേർന്നിരിക്കുകയാണ് CPM നേതാവും രാജ്യസഭാ അംഗവുമായ മാധ്യമപ്രവർത്തകൻ ജോൺ ബ്രിട്ടാസിന്. കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സിവിൽ സർവന്റിനോട് ഈ പറഞ്ഞ ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. കള്ളക്കടത്തുകാരെല്ലാം മുസ്ലിങ്ങൾ. അപ്പൊ ഞാൻ ചോദിച്ചു, ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത് ഇവിടെയല്ല, ഉത്തരേന്ത്യയിലാണ്. അപ്പം ഇവിടെ ഈ പാവപ്പെട്ട ആരെങ്കിലും ഈ ഗൾഫിൽ നിന്ന് എവിടെയെങ്കിലും ഒക്കെ ഒളിച്ചു വെച്ച് ഗുദത്തിലൊക്കെ ഒളിച്ചു വെച്ച് ചില സ്വർണം കൊണ്ടുവരും. അവിടെ കണ്ടെയ്നറിലാണ് സ്വർണം. ഇപ്പൊ മുന്ദ്ര തുറമുഖത്ത് 21,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചത്. ചരമകൂടത്തിലെ വാർത്തയായിരുന്നു അവിടുത്തെ പത്രങ്ങളിൽ. ഇവിടെ എന്തോ 15 കോടി എന്ന് പറഞ്ഞിട്ട് നോക്ക്. അപ്പൊ ഞാൻ പറയും, ഇതൊന്നും അല്ലേ? നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്ക്. ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത്? ഒന്ന് നോക്ക്. വാസ്തവത്തിൽ ശത്രുക്കൾക്ക് പോലും ഇതുപോലെയുള്ള ഗതികേട് വരുത്തരുതേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ന്യൂസ് സ്കാൻ ഈ ആഴ്ച സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച.